ഈ ശീലം അത്ര നന്നല്ലോ. എനിക്കറിയാം. വേണമെങ്കിലേ ആനന്ദിന്റെ പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയോ. എനിക്ക് വേണ്ട. നാളെ എങ്ങനെ ചത്തുപോയാ പിന്നെ ഇതിന്റെ ത്രില്ല് എന്താണെന്ന് അറിയാൻ പറ്റില്ല. വേണമെങ്കിൽ മേടിച്ചോണ്ട് പോടേ, ചുമ്മാ സമയം മേനക്കെടുത്താതെ. ചെയർമാൻ ആണെങ്കിലും സംഗതി വേണമെങ്കിൽ നമ്മുടെ അടുത്ത് വരണം. വെറുതെ ഒന്നും അല്ലല്ലോ, കാശ് കൊടുത്തിട്ടല്ലേ. നല്ല സാധനമാണല്ലോ. ബ്രൗൺ ഷുഗറാണ്, പൂപ്പ കഞ്ചാവൊന്നുമല്ലേ. പുകച്ചു നോക്കിയിട്ട് പറ, കൊള്ളത്തില്ലെങ്കിലേ കാശ് തിരിച്ചു തന്നേക്കാം. എന്താടാ? ഒന്ന് മൂത്രം ഒഴിക്കാൻ പോണം. വല്ല മരത്തിന്റെ വീട്ടിലും പോയി ഒഴിച്ചാൽ മതി. ഒന്ന് ടോയ്ലറ്റിൽ പോണമെന്ന്. ശ്രീരാം വരുന്നുണ്ട്. ഇത് പിള്ളേർക്കുള്ളതാ. സാറന്മാർക്ക് സ്റ്റാഫ് റൂമിന്റെ അടുത്താ. അറിയാം. എന്താ ഇവിടെ? ഞാൻ വിനീന്റെ കൂടെ വന്നതാ. നല്ല ചോദ്യം. സാധാരണ മനുഷ്യർ ടോയ്ലറ്റ് വരുന്നതിനാ. അപ്പോ നിങ്ങളോടല്ല പറഞ്ഞ. നിങ്ങളേതായാലും സാധാരണ ആളുകൾ വരുന്ന കാര്യത്തിനല്ല വന്നതെന്ന് തോന്നുന്നു. ഇതെങ്ങനെ ഇവിടെ വന്നു? ഇതെങ്ങനെ ഇവിടെ വന്നെന്ന് ആർക്കും അറിയില്ല. Come with me. എന്താ ഇത്? ബ്രൗൺ ഷുഗർ, കഞ്ചാവിന്റെയും ഹാഷിഷിന്റെയും പിൻഗാമി. വിലയിലും വീര്യത്തിലും അതിനേക്കാൾ മുൻപന്തിയിൽ നിൽക്കുന്നവൻ. അടുത്ത ജനറേഷനെ കാർന്നു നിന്ന ക്യാൻസർ. കൂടുതൽ പറയണോ? ഇവൻ എന്നെ കണ്ട് ഒളിച്ചു വെക്കാൻ ശ്രമിച്ചതാണ്. അല്ല സർ, ഞങ്ങൾ യൂറിൻ ഷെഡിനകത്ത് ചെല്ലുമ്പോൾ അതിനകത്ത് രണ്ടുപേരുണ്ടായിരുന്നു. അതിനു മുമ്പ് അവിടെ പലരും വരെയും പോവുകയും ചെയ്തതാ. അവരാരെങ്കിലും കൊണ്ടിട്ടായിരിക്കും. അല്ല, ഇവര് തന്നെയാണ് ഇതിന്റെ പിന്നിൽ. ഞങ്ങൾ പറയുന്നത് അത് രാമേന്ദ്ര സാറിനെ കൊണ്ടിട്ടെന്ന്. എങ്കിലോ? എന്തിന്? സാറിനറിയാമല്ലോ, കഴിഞ്ഞ വർഷം ഞങ്ങളുടെ ബാച്ചിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ച വിദ്യാർത്ഥിയാണ് ഞാൻ. പക്ഷെ രാമേന്ദ്രൻ സാർ വന്ന മുതൽ പുള്ളിക്ക് എന്നോടൊന്ന് വൈരാഗ്യം പോലെ. പഠിക്കാനായി ചെല്ലുന്ന എന്നെ പുള്ളി ക്ലാസ്സിൽ കയറ്റാറില്ല. പഠിക്കാനായിട്ടല്ല സാർ, സമരം ഉണ്ടാക്കാനും ബഹളം ഉണ്ടാക്കാനുമാണ് ഇവന്മാർ വരുന്നത്. ശരി, ഇനി യൂറിൻ ഷെഡിൽ പോകുമ്പോ നിങ്ങൾ ഓരോരുത്തരായിട്ട് പോയാൽ മതി, ഒന്നിച്ച് പോകണ്ട. ഓക്കെ സർ, ഇറ്റ്സ് എ വാർണിംഗ്. യു ക്യാൻ ഗോ നൗ. താങ്ക് യു സർ. സാർ എന്താ അവരെ സസ്പെൻഡ് ചെയ്യാത്തത്? കോളേജ് ക്യാമ്പസിനുള്ളിൽ ഡ്രഗ്സ് സെയിൽ നടത്തുന്നത് വലിയ ക്രൈം തന്നെയാ, ഐ അഗ്രി. പക്ഷേ നമുക്കെന്താ ഒരു തെളിവ്? അവര് പറഞ്ഞത് ശരിയല്ലേ? ദിവസം എത്ര പേരാ യൂറിൻ ഷെഡിൽ പോകുന്നതാ? അവരുടെ കയ്യിൽ നിന്നല്ല നിങ്ങൾക്കത് കിട്ടിയത്. സോ വി ഡോണ്ട് ഹാവ് എ വാട്ടർ ടൈറ്റ് കേസ്. പിന്നെ മിസ്റ്റർ രാമേന്ദ്രൻ, ആ പിള്ളേര് ഇവിടുത്തെ വലിയ ആളുകളുടെയൊക്കെ മക്കളാ. നിങ്ങൾ വെറുതെ ഏടാകൂടത്തിനൊന്നും പോകണ്ട. വരൂ വരൂ വരൂ, എല്ലാരും വരൂ, എല്ലാരും വരൂ. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് നിങ്ങൾക്ക് കേൾക്കണ്ടേ? എല്ലാരും വരൂ. വരൂ വരൂ, എല്ലാരും വരൂ, വരൂ വരൂ വരൂ. അല്ലയോ ഭാരതീയരായ വിദ്യാർത്ഥികളെ, ഈ ത്രിവർണ പതാകയ്ക്കരികിൽ നിൽക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ചാണ്. അക്കോർഡിംഗ് ടു ദ പ്രിയാമ്പിൾ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ഇന്ത്യ is a sovereign democratic republic. To all Indians, it secures social, economic and political justice. അതായത് സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയപരവുമായ നീതി, പിന്നെ ലിബർട്ടി ഓഫ് തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്. ചിന്തിക്കാനും പ്രകടിപ്പിക്കാനും വിശ്വസിക്കാനും ആരാധിക്കാനുമുള്ള സ്വാതന്ത്ര്യം. എന്നിട്ട് ഇവിടെ നടക്കുന്നതോ
നാളെ സമത്വസുന്ദരവും സമ്പൽ സമൃദ്ധവും വിദ്യാസമ്പന്നവുമായ ഒരു സമ്പൂർണ്ണ ഭാരതം കെട്ടിപ്പടുക്കേണ്ടവരായ നിങ്ങൾ ചെയ്യുന്നതോ പാർട്ടി പ്രവർത്തനം നടത്താനും കമന്റ് അടിക്കാനും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാനും കൂവാനും കല്ലെറിയാനും സമരം ചെയ്യാനും തമ്മിലടിക്കാനും പരീക്ഷയ്ക്ക് കോപ്പി അടിക്കാനും എല്ലാമുള്ള പരിപൂർണ സ്വാതന്ത്ര്യമായിട്ടാണ് നിങ്ങൾ ഇതിനെ കണക്കാക്കിയിരിക്കുന്നത്. നല്ലൊരു നാളേക്ക് വേണ്ടി അധ്വാനിക്കേണ്ട നിങ്ങളോട് ഞാൻ ഞാൻ ആംബുലൻസ് വിളിക്കാം. Take it easy. അനന്തൻ അറിയാം യൂറിൻ ഷെഡിൽ എന്താണ് സംഭവിച്ചതെന്ന്. വിനയം മരിച്ചത് അവർ കൊടുത്ത ബ്രൗൺ ഷുഗർ വലിച്ചതുകൊണ്ടാണ്. എനിക്കൊരു സഹായം ചെയ്യണം. എനിക്കൊരു തെളിവ്. അവരുടെ കയ്യിൽ നിന്ന് വിനയൻ അത് വാങ്ങുന്നത് അനന്തൻ കണ്ടുവെന്ന് മാത്രം പറഞ്ഞാൽ മതി. കമോൺ, പറയില്ലേ? എനിക്കൊന്നും അറിയില്ല. അനന്തൻ, അനന്തൻ, അനന്തൻ സത്യം എന്താണെന്ന് പറഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ ഇനിയും ഇതുപോലെ പലതും ഇവിടെ ആവർത്തിക്കും. ഞാൻ എന്ത് പറഞ്ഞാലും വിനയ് ഇനി മടങ്ങി വരാൻ പോണില്ല. ഇല്ല മാഷെ, എനിക്കൊന്നും അറിഞ്ഞൂടാ. അനന്തൻ,